മെട്രിക്സിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സും അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസുമാണ് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അതിലെ ഒരു 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് വേണം അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാൻ. അപ്പൊ അതിൽ നിന്നുള്ള 5th ക്വസ്റ്റ്യൻ, if A is equal to matrix 1 1 minus 1 2 0 3 3 minus 1 2, B is equal to matrix 1 3 0 2 minus 1 4 and C is equal to matrix 1 2 3 minus 4 2 0 minus 2 1, then find A into BC, AB into C and show that AB into C is equal to A into BC. അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതിന് മുമ്പ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതും കാണണം ഇതും കാണണം. അപ്പൊ അത് വേറെ ക്വസ്റ്റ്യൻ ആക്കി ചോദിച്ചു, A into BC കാണാം, AB into C കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം AB into C അല്ലേ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉള്ളത്, അതുകൊണ്ട് AB into C കാണാൻ ഞാൻ ആദ്യം AB നെ കാണാണ്. അതായത് AB into C കാണണമല്ലോ. അതില് AB കാണുന്ന സമയത്ത് A എന്നുള്ള മെട്രിക്സ് എന്താണ്? 1 1 minus 1 2 0 3 3 minus 1 2 into B എന്നുള്ള മെട്രിക്സ് 1 3 0 2 minus 1 4. ഇനി ഇതില് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിൽ ആദ്യത്തെ മെട്രിക്സ് ഒരു 3/3 മെട്രിക്സ് ആണ്, രണ്ടാമത്തെ മെട്രിക്സ് ഒരു 3/2 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡത്തിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. ഇത് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താ? അതൊരു 3/2 വരാം. അങ്ങനെയെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് AB11 കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഓഫ് A ഇൻറ്റു ഫസ്റ്റ് കോളം ഓഫ് B അല്ലേ? അതായത് 1 into 1 1 പ്ലസ് 1 into 0 0 പ്ലസ് മൈനസ് 1 into മൈനസ് 1 പ്ലസ് 1. ഇനി അടുത്ത ഇവിടുത്തെ എലമെന്റ് കിട്ടാൻ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളാണ് ചെയ്യേണ്ടത്. അതായത് 1 into 3 3 പ്ലസ് 1 into 2 2 പ്ലസ് മൈനസ് 1 into 4 എന്താ? അത് -4 എന്നാണ് വരിക. ഇനി അടുത്തത് സെക്കൻഡ് റോ വെച്ചിട്ട് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം AB21 അല്ലെ. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ 2 into 1 2 പ്ലസ് 0 into 0 0 പ്ലസ് 3 into -1 -3. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 2 into 3 6 പ്ലസ് 0 into 2 0 3 into 4 12. ഇനി അടുത്തത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 3 into 1 3 പ്ലസ് -1 into 0 0 പ്ലസ് 2 into -1 -2 വരും. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 3 into 3 9 -1 into 2 -2 2 into 4 8. ഈ രീതിയിലാണ് വരിക. എടാ ഇതിന്റെ ഫൈനൽ ആൻസർ എന്ത് വരും? 1 plus 0 plus 1 2 3 plus 2 5 5 minus 4 എന്താ? 1. ഇവിടെ 2 minus 3 എന്ന് പറയുമ്പോൾ -1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 18. ഇവിടെ 1 വരും. ഇവിടെ എന്ത് വരും? 7 plus 8 ഇത് 7 plus 8 എന്താവും? അത് 15 എന്ന് വരും. ഇതാണ് AB എന്നുള്ള മെട്രിക്സ് വരാം. പക്ഷെ നിങ്ങൾക്ക് കാണേണ്ടത് എന്താണ്? AB into C ആണ് അല്ലെ. അപ്പൊ അടുത്തതായിട്ട് AB into C കാണാം. AB into C കാണുമ്പോൾ ഇവിടെ AB എന്നുള്ള മെട്രിക്സ് ഇതാ മെട്രിക്സ് 2 1 -1 18 1 15 into C എന്നുള്ള മെട്രിക്സ് എന്താണ് വരിക? ഇതല്ലേ C എന്നുള്ള മെട്രിക്സ് 1 2 3 -4 2 0 -2 1. ഇതിലെ ഫസ്റ്റത്തെ മെട്രിക്സിന്റെ ഓർഡർ ഒരു 3/2 മെട്രിക്സ് ആണ്. ഇതിലുള്ള രണ്ടാമത്തെ മെട്രിക്സോ 2/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/4 മെട്രിക്സ് ആയിരിക്കും. 3 റോയും 4 കോളംസും ഉള്ള ഒരു മെട്രിക്സ്. അപ്പൊ ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളല്ലേ ആദ്യം 2 into 1 2 പ്ലസ് 1 into 2 2. അടുത്ത ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 2 into 2 4 പ്ലസ് 1 into 0 0. അടുത്ത ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 2 into 3 6 പ്ലസ് 1 into -2 -2. ഇനി അടുത്ത ഫസ്റ്റ് റോ ഇൻറ്റു ഫോർത്ത് കോളം ചെയ്താൽ 2 into -4 -8 1 into 1 1. ഇനി അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 1 into -1 -1.
18 into 2 36. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ -1 into 2 -2 പ്ലസ് 18 into 0 0. അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ -1 into 3 -3 8 into -2 -36. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ -1 into -4 4 18 into 1 18. ഇനി അടുത്തത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ 1 into 1 1 15 into 2 30. ഇനി അടുത്ത് തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 into 2 2 പ്ലസ് 15 into 0 0. അടുത്ത് തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 1 into 3 3 പ്ലസ് 15 into -2 -13 വരും. ഇനി അടുത്തത് തേർഡ് റോ ഇൻറ്റു ഫോർത്ത് കോളം ചെയ്താൽ 1 into -4 -4 പ്ലസ് 15 into 1 എന്താ അത് 15. അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ്? അത് ഞാൻ കുറച്ചും കണ്ട് ആക്കി എഴുതിയിട്ടുണ്ട് കേട്ടോ. പ്രശ്നമില്ലല്ലോ. AB into C which is equal to അല്ലെങ്കിൽ അടിയിലാക്കി എഴുതിയിട്ടുണ്ട്. കാരണം AB into C കണ്ടിട്ടേ ലാസ്റ്റ് A into BC കണ്ടാലും ഇത് ആൻസർ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇതിന്റെ സൈഡിലായിട്ട് ഇനി കാൽക്കുലേഷൻ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ഞാൻ എഴുതി വെക്കാണ്. അതായത് AB into C which is equal to എന്താണ് കിട്ടിയത്? 2 plus 2 4 ഇവിടെയും 4 ഇവിടെ 4 -8 plus 1 എന്താ -7. ഇനി അടുത്ത് ഇവിടെ -1 plus 36 35 -2 plus 0 -2 -3 minus 36 minus 39 4 plus 18 22 1 plus 30 31 2 plus 0 2 3 minus 30 minus 27 minus 4 plus 15 11. ഇതാണ് AB into C വരെ. ഇനി നിങ്ങൾക്ക് കാണേണ്ടത് A into BC കാണണം. അപ്പൊ A into BC എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? A into BC എന്ന് പറഞ്ഞാൽ ആദ്യം BC നെ കാണണം, പിന്നെ അതിനെ A നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ആദ്യം BC എന്ന് കണ്ടു നോക്കാം. B എന്നുള്ള മെട്രിക്സ് 1 3 0 2 -1 4 എന്നല്ലേ. ഇനി C എന്നുള്ള മെട്രിക്സ് എന്താ? 1 2 3 -4 2 0 -2 1. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന്റെ ഓർഡർ ഒരു 3/2 മെട്രിക്സ് ആണ് അല്ലെ. ഇതോ 2/4. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താ? 3/4 ആയിരിക്കും. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 into 1 1 പ്ലസ് 3 into 2 6. ഇനി അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 1 into 2 2 പ്ലസ് 3 into 0 0. അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 1 into 3 3 പ്ലസ് 3 into -2 -6. അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു ഫോർത്ത് കോളം ചെയ്താൽ 1 into -4 -4 പ്ലസ് 3 into 1 3. ഇനി അടുത്ത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 0 into 1 0 പ്ലസ് 2 into 2 4. അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 0 into 2 0 പ്ലസ് 2 into 0 0 എന്ന് വരും. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 0 into 3 0 പ്ലസ് 2 into -2 -4. അടുത്ത സെക്കൻഡ് ഇൻറ്റു ഫോർത്ത് 0 into -4 0 പ്ലസ് 2 into 1 2. ഇനി അടുത്തത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം -1 into 1 -1 പ്ലസ് 4 into 2 8. അടുത്ത സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് അല്ലെ -1 into 2 -2 പ്ലസ് 4 into 0 0. അടുത്ത് തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം -1 into 3 -3 പ്ലസ് 4 into -2 -8. അടുത്ത് തേർഡ് ഇൻറ്റു ഫോർത്ത് കോളം തേർഡ് റോ ഇൻറ്റു ഫോർത്ത് കോളം -1 into -4 എന്താ 4 പ്ലസ് 4 into 1 എന്ന് പറഞ്ഞാൽ എന്താ അത് 4. അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ BC യുടെ വാല്യൂ എന്ത് കിട്ടും നിങ്ങൾക്ക്? 1 plus 6 7 2 plus 0 2 3 minus 6 minus 3 minus 4 plus 3 minus 1 0 plus 4 4 0 plus 0 0 0 minus 4 minus 4 0 plus 2 2
-1 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 7, -2 പ്ലസ് 0 -2, -3 -8 -11, 4 പ്ലസ് 4 അത് 8 ആണ്. ഇതാണ് ബി സിയുടെ വാല്യൂ. ഇനി അടുത്തത് നിങ്ങളോട് കാണാൻ പറഞ്ഞത് എന്താണ്? എ ഇൻറ്റു ബി സി ആണ്. അപ്പൊ നിങ്ങൾ എ ഇൻറ്റു ബി സി എന്ന് കണ്ടു. എ ഇൻറ്റു ബി സി, ഇവിടെ എ എന്നുള്ള മെട്രിക്സ് 1 1 -1 2 0 3 3 -1 2 എന്നുള്ളൊരു മെട്രിക്സ് ആണ്. ഇൻറ്റു ബി സി എന്ന് പറഞ്ഞ മെട്രിക്സ് ഏതാ? അതാണ് അല്ലേ, 3/4 മെട്രിക്സ് ആണ്. 7 2 -3 -1 4 0 -4 2 7 -2 -11 8. ഇടത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഇത് ഒരു 3/3 മെട്രിക്സ് ആണ്, ഇയാളോ ഒരു 3/4 ആണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും? ഒരു 3/4 മെട്രിക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 × 7 7 പ്ലസ് 1 × 4 4 -1 × 7 -7. ഇനി അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 1 × 2 2 പ്ലസ് 1 × 0 0 പ്ലസ് -1 × -2 +2. അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 1 × -3 -3 പ്ലസ് 1 × -4 -4 -1 × -11 +11. അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു ഫോർത്ത് കോളം ചെയ്താൽ 1 × -1 -1 പ്ലസ് 1 × 2 2 പ്ലസ് -1 × 8 -8. ഇനി അടുത്തതേപോലെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ 2 × 7 14 പ്ലസ് 0 × 4 0 പ്ലസ് 3 × 7 21. അടുത്ത് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 2 × 2 4 പ്ലസ് 0 × 0 0 പ്ലസ് 3 × -2 -6. അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം 2 × -3 -6 0 × -4 0 3 × -11 -33. അടുത്ത് സെക്കൻഡ് റോ ഇൻറ്റു ഫോർത്ത് കോളം 2 × -2 എന്ന് പറഞ്ഞാൽ അത് 2 × -1 -2 0 × 2 0 3 × 8 24. ഇനി അടുത്തത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 3 × 7 21 -1 × 4 -4 2 × 7 14. ഇനി തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 3 × 2 6 -1 × 0 0 2 × -2 -4. തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 3 × -3 -9 പ്ലസ് -1 × -4 എന്താ +4 2 × -11 -22. ലാസ്റ്റ് തേർഡ് റോ ഇൻറ്റു ഫോർത്ത് കോളം ചെയ്താൽ 3 × -1 -3 പ്ലസ് -1 × 2 -2 പ്ലസ് 2 × 8 16. ഇത് ചെയ്ത് കഴിഞ്ഞാൽ A × B C കിട്ടും. അവിടെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. A × B C which is equal to +7 ഇവിടെ എന്ത് ചെയ്യും? ഈ +7 -7 ക്യാൻസൽ ആയാൽ ഇവിടെ 4 കിട്ടും. ഇവിടെ 4 2 + 2 4. ഇവിടെ -3 -4 എന്താ -7 -7 + 11 എന്താ 4. അടുത്ത് -1 + 2 1 1 - 8 എന്താ അത് -7. ഇനി അടുത്ത് 14 + 21 14 + 21 35. ഇവിടെ 4 - 6 -2. ഇവിടെ -6 -33 -39. ഇവിടെ -2 + 24 22. ഇനി ഇവിടെ -4 + 14 10 10 + 21 എന്താ 31. ഇവിടെ 6 - 4 2. ഇവിടെ -9 -20 അല്ലെങ്കിൽ -9 + 4 -5 -5 -22 എന്താ -27. ഇവിടെ -5 + 16 11 ആണ് വരുന്നത്.
ഇതാണ് എ ഇൻറ്റു ബി സി. നേരത്തെ കണ്ട എ ബി ഇൻറ്റു സി നോക്ക്, രണ്ടും സെയിം ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇവിടെ 4, ഇത് രണ്ടും 4 ആണ്. 4 4 4 -7. ഇനി അടുത്ത് 35 -2 -39 22, 31 2 -27 11. അതായത് hence AB into C is equal to A into BC. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുറച്ച് ലെങ്തി ആണെന്ന് മാത്രം, അതിങ്ങനെ ചെയ്യാനുണ്ട്, ബുദ്ധിപരമായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. അടുത്ത 6th ക്വസ്റ്റ്യൻ. എ ബി സി എന്നുള്ള 3 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. എ സി ബി സി എ പ്ലസ് ബി ഇൻറ്റു സി കാണണം. അതുപോലെ ആൾസോ വെരിഫൈ ദാറ്റ് എ പ്ലസ് ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ സി പ്ലസ് ബി സി എന്ന് പ്രൂവ് ചെയ്യുമാണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ ആ ഒരു ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എ സിയും ബി സിയും എ പ്ലസ് ബി ഇൻറ്റു സിയും കാണണം എന്നാ പറയുന്നത്. ഞാൻ ആദ്യം ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് കണ്ടു നോക്കാം. എ പ്ലസ് ബി ഇൻറ്റു സി. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എ പ്ലസ് ബിനെ കാണാണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മെട്രിക്സ് 0 6 7 -6 0 8 7 -8 0 പ്ലസ് ഇവിടെ 0 1 1 1 0 2 1 2 0 ഇത് നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 0 plus 0 becomes 0, 6 plus 1 7, 7 plus 1 8, -6 plus 1 -5, 0 plus 0 0, 8 plus 2 10, 7 plus 1 8, -8 plus 2 -6, 0 plus 0 0 ഇതാണ് എ പ്ലസ് ബി. ഇനി നിങ്ങൾക്ക് കാണേണ്ടത് എ പ്ലസ് ബി ഇൻറ്റു സി കാണണം. എ പ്ലസ് ബി ഇൻറ്റു സി ഇസ് ഇക്വൽ ടു 7 0 7 8 -5 0 10 8 -6 0. ഇതാണ് മെട്രിക്സ് എ പ്ലസ് ബി. റെഡി അല്ലേ? ഇൻറ്റു സി എന്നുള്ള മെട്രിക്സ് ഏതാ 2 -2 3. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/3, ഇതോ 3/1. അപ്പൊ 3/3 3/1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 3/1 മെട്രിക്സ് അല്ലേ കിട്ടുക. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ, 0 × 2 0 plus 7 into -2 -14 plus 8 into 3 24. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം -5 into 2 -10, 0 into -2 0, 10 into 3 30. അടുത്ത തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 8 into 2 16, -6 into -2 plus 12, 0 into 3 0 എന്ന്. ഇടത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാട്രിക്സ് എന്താ? -14 plus 24 എന്ന് പറഞ്ഞാൽ 10, -10 plus 30 എന്ന് പറഞ്ഞാൽ അത് 20, 16 plus 2 എന്ന് പറഞ്ഞാൽ അതെന്താ 28 അല്ലേ വരിക. 16 plus 12 എന്ന് പറഞ്ഞാൽ അത് 28 വരും. ഇങ്ങനെയാണ് എ പ്ലസ് ബി ഇൻറ്റു സി കിട്ടുക. ഇനി അടുത്തതായിട്ട് ഇതിൽ കാണേണ്ടത് എ സി പ്ലസ് ബി സി. അതിന് വേണ്ടിയിട്ട് എ സിനെയും കാണണം ബി സിനെയും കാണണം. ഞാൻ എ സിനെ കാണാൻ പോവാണ്. എ സി ഇസ് ഈക്വൽ ടു എ എന്നുള്ള മെട്രിക്സ് 0 6 7 -6 0 8 7 -8 0 ഇൻറ്റു സി എന്നുള്ള മെട്രിക്സ് എന്താ 2 -2 3. ചെയ്യണ സമയത്ത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ 0 × 2 0 plus 6 into -2 -12 plus 7 into 3 21. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ -6 into 2 -12 plus 0 into -2 0 plus 8 into 3 24. അടുത്ത തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 7 into 2 14, -8 into -2 plus 16, 0 into 3 0 എന്ന് വരും. ഇടത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -12 plus 21 എന്താ വരിക? -12 plus 21 9 അല്ലേ വരിക. ഇനി -12 plus 24 അതെന്താ 12 വരും. 14 plus 16 30 അല്ലേ വരിക. ഇതാണ് എ സി എന്നുള്ള മെട്രിക്സ് വരിക. ഇനി ഇതേപോലെ ബി സിനെ കാണാം. ബി സി എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള മെട്രിക്സ് ഇതാണ് അല്ലെ. 0 1 1 1 0 2 1 2 0
ഇൻറ്റു സി എന്നുള്ള മാട്രിക്സ് 2 മൈനസ് 2 3 ഇങ്ങനെ വരും. ഇനി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 0 ഇൻറ്റു 2 0 പ്ലസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 1 ഇൻറ്റു 3 എന്ന് വരും. ഇനി അടുത്തത് സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു മൈനസ് 2 0 പ്ലസ് 2 ഇൻറ്റു 3 6. അടുത്തത് തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 പ്ലസ് 0 ഇൻറ്റു 3 0. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മാട്രിക്സ് -2 പ്ലസ് 3 1 2 പ്ലസ് 6 8 2 മൈനസ് 4 മൈനസ് 2. ഇതാണ് ബേസ്. നിങ്ങൾക്ക് കാണേണ്ടത് എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ സി പ്ലസ് ബി സിനോട് ഈക്വൽ ആണെന്ന് കാണണം. എ പ്ലസ് ബി ഇൻറ്റു സി നിങ്ങൾ കണ്ടു. ഇനി എ സി പ്ലസ് ബി സിയും കൂടി കാണണം. എ സി പ്ലസ് ബി സി ചെയ്താൽ എ സി എന്നുള്ള മെട്രിക്സ് ഏതാ? 9 12 13 പ്ലസ് ബി സി എന്നുള്ള മെട്രിക്സ് 1 8 മൈനസ് 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരടാ? 9 പ്ലസ് 1 10 12 പ്ലസ് 8 20 30 പ്ലസ് മൈനസ് 2 28. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഇതില് എ പ്ലസ് ബി ഇൻറ്റു സി എന്നുള്ള മെട്രിക്സും എ സി പ്ലസ് ബി സി എന്നുള്ള മെട്രിക്സും 10 20 28 രണ്ടും ഈക്വൽ അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഹെൻസ്, ലാസ്റ്റ് ഇങ്ങനെ പറയാം, ഹെൻസ് എ പ്ലസ് ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ സി പ്ലസ് ബി സി എന്നോട് പറയാം. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അടുത്തത് 7th ക്വസ്റ്റ്യൻ. If a is equal to cos theta sin theta minus sin theta cos theta, then prove that a raised to n is equal to cos n theta sin n theta minus sin n theta cos n theta. n belongs to natural number ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തുടക്കത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിന്റെ തുടക്കത്തിൽ ഞാൻ ചെയ്തിരുന്നു. അത് n എന്നുള്ള മെട്രിക്സ് തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? a സ്ക്വയർ ആയിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ cos 2 theta sin 2 theta minus sin 2 theta cos 2 theta എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. ഇനി എ ക്യൂബ് ചോദിച്ചാലോ നിങ്ങൾക്ക് എ സ്ക്വയർ ഇൻറ്റു എ ചെയ്യാം. എ റൈസ്ഡ് 4 പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലോ അതിന് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതിയിട്ടും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം? നിങ്ങളോട് ചോദിച്ചത് എ റൈസ്ഡ് എൻ ആണ്. ഈ എൻ എന്ന് പറഞ്ഞാൽ ഏത് നാച്ചുറൽ നമ്പറും ആകാം. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂല. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ഒരു തിയറി ഇല്ലേ, അത് ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. അതായത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഓർമ്മ ഉണ്ടാവും. അതായത് പി ഓഫ് എൻ എന്നുള്ള ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചെയ്തിരുന്ന കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. തേർഡ് സ്റ്റെപ്പോ ദെൻ പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഹെൻസ് ദ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ആ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ഇതേ മോഡൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. എ റൈസ് ടു എൻ അങ്ങനത്തെ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിന് ഇതായിട്ട് വരുന്ന ഏത് ക്വസ്റ്റ്യനും ചെയ്യേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്ന ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആ തന്ന ക്വസ്റ്റ്യനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് അതിനെ പി ഓഫ് എൻ എന്ന് കൊടുക്കാം. അപ്പോ ലെറ്റ് പി ഓഫ് എൻ സച്ച് ദാറ്റ് എന്താണ് എങ്ങനെ പറയാം? ഇഫ് എ is equal to then a raised to n. If a is equal to cos theta sin theta minus sin theta cos theta, then a raised to n is equal to cos n theta sin n theta minus sin n theta cos n theta. ഇതാണ് തന്ന സ്റ്റേറ്റ്മെന്റ്. ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഫോർ n ഈസ് ഇക്വൽ ടു 1. അതായത് നമ്മുടെ പിന്നെ പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഫോർ n ഈസ് ഇക്വൽ ടു 1 എന്റെ വാല്യൂ ഇതാണല്ലോ അല്ലെ. അതായത് എന്റെ വാല്യൂ എന്തിനാണ്? കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ
കോസ് തീറ്റ. ഇതാണ് എന്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ if then എന്നുള്ളതിന് വരെയുള്ള ഇംപ്ലൈസ് ഉപയോഗിക്കണം. if then അതിന് വരെ ഇംപ്ലൈസ് ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മോട് പറയുന്നത് a⁻1 എന്താ? a⁻n എന്ന് പറയുമ്പോൾ എന്നിന് വരെ 1 ആകുമ്പോൾ കോസ് 1 തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ, സൈൻ 1 തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ, ഇത് മൈനസ് സൈൻ തീറ്റ, ഇവിടെ എന്താ കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ a⁻1 തന്നെയാണ്, a തന്നെയാണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഇയാൾ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം hence p of 1 is true. അടുത്തത് assume that p of k is true. p of k true ആണെന്ന് അസ്യൂം ചെയ്യാം. അതിനകത്ത് എന്താ, a ന്റെ വാല്യൂ ഇതാണെങ്കിൽ a⁻k എന്താണ് കോസ് k തീറ്റ സൈൻ k തീറ്റ ആ രീതിയിലാണെന്നാണ് അസ്യൂം ചെയ്തത്. ദാറ്റ് ഈസ് നമ്മൾ അസ്യൂം ചെയ്തത് ഇങ്ങനെയാണ്. if a is equal to cos theta sin theta minus sin theta cos theta, then a⁻k is equal to cos k theta sin k theta minus sin k theta cos k theta. ഇങ്ങനെയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് അടുത്ത് പ്രൂവ് ചെയ്യേണ്ട എന്താ, p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നമ്മൾ ടു പ്രൂവ് ആദ്യം ഒന്ന് പ്ലാൻ വരയ്ക്കണം അല്ലെ. ഇത് പ്രൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഒരു പ്ലാൻ വരച്ചു വെക്കുക. എന്നിട്ട് അതിലേക്ക് എത്തിക്കല്ലേ ചെയ്യാം. അപ്പൊ ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, p of k plus 1 is true. p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ദാറ്റ് ഈസ് to prove എന്താ പ്രൂവ് ചെയ്യേണ്ടത്, if a is equal to ഇതാണ് a എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, a⁻k plus 1 is equal to ഇവിടെ എന്നിന് പകരം k plus 1 തീറ്റ അല്ലെ, cos k plus 1 തീറ്റ sin k plus 1 തീറ്റ minus sin k plus 1 into തീറ്റ cos k plus 1 into theta ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നൗ നിങ്ങൾ a⁻k plus 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിലേക്ക് എത്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നൗ a⁻k plus 1 അതിൽ നിന്ന് സ്റ്റാർട്ട്. a⁻k plus 1 എന്ന് പറഞ്ഞാൽ എന്താ, അത് a⁻k into a⁻1 അല്ലേ, a⁻k അത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ എന്താ, cos k തീറ്റ sin k തീറ്റ മൈനസ് sin k തീറ്റ cos k തീറ്റ ഇൻറ്റു a യുടെ വാല്യൂ എന്താ, cos തീറ്റ sin തീറ്റ മൈനസ് sin തീറ്റ cos തീറ്റ. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലെ, cos k തീറ്റ ഇൻറ്റു cos തീറ്റ cos k തീറ്റ ഇൻറ്റു cos തീറ്റ പ്ലസ് sin k തീറ്റ ഇൻറ്റു മൈനസ് sin തീറ്റ എന്താവും, മൈനസ് sin k തീറ്റ ഇൻറ്റു sin തീറ്റ. ഇനി അടുത്ത ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ cos k തീറ്റ ഇൻറ്റു sin തീറ്റ പ്ലസ് sin k തീറ്റ ഇൻറ്റു cos തീറ്റ. അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താൽ മൈനസ് sin k തീറ്റ ഇൻറ്റു cos തീറ്റ minus sin k theta into cos theta plus cos k theta into minus sin theta എന്നാ minus cos k theta sin theta. ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം മൈനസ് sin k theta into sin theta minus sin k theta into sin theta plus cos k theta into cos theta. ഇനി നിങ്ങൾക്ക് അറിയുന്ന രണ്ട് റിസൾട്ടുകൾ ഉണ്ട്. ഒരു റിസൾട്ട് ഇതാണ്, cos a plus b എന്ന് പറഞ്ഞാൽ എന്താണ് cos a plus b, cos a cos b മൈനസ് sin a sin b ആണെന്ന് അറിയാം. ഇതേപോലെ sin a plus b യുടെ ഫോർമുല എന്തായിരുന്നു, sin a plus b sin a cos b plus cos a sin. ഈ രണ്ട് ഫോർമുലാസ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്.
കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇവിടെ നോക്കടാ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി അല്ലേ. ഇവിടെ എക്ക് പകരം കെ തീറ്റ, ബിക്ക് പകരം തീറ്റ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? കോസ് എ പ്ലസ് ബി, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി, അതിനെ കോസ് എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ a raised to k plus 1 is equal to ആദ്യത്തെ ഈ ടേം എന്തായി? കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ കെ തീറ്റ പ്ലസ് തീറ്റ. ഇനി ഇവിടെ ഇതിങ്ങനെ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, അല്ലെങ്കിൽ ഇങ്ങനെ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, സൈൻ എ പ്ലസ് ബി അല്ലേ. അങ്ങനെയെങ്കിൽ അതിനെ സൈൻ കെ തീറ്റ പ്ലസ് തീറ്റ എന്ന് എഴുതാം. ഇനി ഇവിടെ ഇതിന്റെ മൈനസിനോട് കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഓഫ്, അപ്പൊ ഈ മൈനസ് കോമൺ ആക്കി എടുത്താൽ ഇതിന്റെ ഉള്ളിലൊക്കെ എന്താവും? പ്ലസ് ആവൂലേ. അതായത് മൈനസിനെ ഇതിൽ രണ്ടിനും മൈനസ് ഉണ്ട്, അതിന് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ ഇവിടെ പ്ലസ് ആവും. റെഡി? അപ്പൊ എന്താവും? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, സൈൻ എ പ്ലസ് ബി എന്നല്ലേ വരിക. അതായത് മൈനസ് സൈൻ ഓഫ് കെ തീറ്റ പ്ലസ് തീറ്റ. ഇനി ഇവിടെ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി, കോസ് എ പ്ലസ് ബി അല്ലേ. അപ്പൊ ഇതിനെ കോസ് കെ തീറ്റ പ്ലസ് തീറ്റ ഈ രീതിയിൽ എഴുതാം. ഇനി ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ ഈ തീറ്റയോട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ കോസ് കെ പ്ലസ് 1 തീറ്റ സൈൻ കെ പ്ലസ് 1 തീറ്റ മൈനസ് സൈൻ കെ പ്ലസ് 1 തീറ്റ കോസ് കെ പ്ലസ് 1 ഇൻറ്റു തീറ്റ. ഇതാണ് നമ്മുടെ പ്ലാൻ പ്രകാരം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എ റൈസ് കെ പ്ലസ് 1ന്റെ വാല്യൂ ഇതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചു. അപ്പൊ ലാസ്റ്റ് നിങ്ങൾക്ക് സാധാരണ നമ്മൾ പറയുന്ന ഡയലോഗ് കൊണ്ട് പറയാം. അതായത് ഹെൻസ് P of n is true for all natural numbers. അതായത് നിങ്ങൾ പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? തന്ന ക്വസ്റ്റിനാണ് പി ഓഫ് എൻ എടുത്തത്. ആ പി ഓഫ് എൻ എല്ലാ നാച്ചുറൽ നമ്പറിനും ട്രൂ ആണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തു. ഇനി ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആ PMI ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അടുത്തത് 8th ക്വസ്റ്റ്യൻ പറയുന്നത് if a is equal to 1 1 1 1 1 1 1 1 1 then prove that a raised to n is equal to matrix 3 raised to n minus 1 3 raised to n minus 1 3 raised to n minus 1 അങ്ങനെ എല്ലാ എലമെന്റ്സും 3 raised to n minus 1. n belongs to എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യണം. സാധാരണ നമ്മൾ പറഞ്ഞു എ സ്ക്വയർ ഒക്കെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എ ഇൻറ്റു എ ചെയ്യാം, എ ക്യൂബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു എ ചെയ്യാം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ എ റൈസ് ടു n അതേ സ്റ്റേജിൽ ഒരിക്കലും ചെയ്യാൻ കഴിയൂല. കാരണം എന്നിന്റെ വാല്യൂ എത്രയും നമുക്ക് അറിയാത്തത് കൊണ്ട് ഇത്തരം മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് കഴിഞ്ഞ മെത്തേഡ് ചെയ്തതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. ഇനി ക്വസ്റ്റ്യനിൽ പറയണത് ആദ്യം ഞാൻ ചെയ്യുന്ന കാര്യം, തന്ന ക്വസ്റ്റ്യന് പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കും അല്ലെ. ലെറ്റ് പി ഓഫ് എൻ സച്ച് ദാറ്റ് ഇഫ് എ is equal to matrix 1 1 1 1 1 1 1 1 1 then as implies ഉണ്ടാവും അല്ലേ. if then എന്നുള്ളതിന് പകരം implies a raised to n is equal to 3 raised to n minus 1 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 ഇങ്ങനെയാണ് വരിക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് then prove that p of k plus 1 is true. അങ്ങനെയെങ്കിൽ ഇതിൽ ഞാൻ ആദ്യം for n is equal to 1 കൺസിഡർ ചെയ്യണം. for n is equal to 1 p of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പൊ a ന്റെ വാല്യൂ ഇന്നതാണെങ്കിൽ a raised to n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? a raised to 1 അല്ലേ. a raised to 1 എന്ന് പറഞ്ഞാൽ എന്താ? a തന്നെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ a raised to 1 എന്ന് പറഞ്ഞാൽ എടാ a raised to 1 ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം? അതായത് ഫുൾ സ്റ്റേറ്റ്മെന്റ് പ്രകാരം തന്നെ എഴുതുകയാണെങ്കിൽ മാട്രിക്സ് A is equal to 1 1 1 1 1 1 1 1 1 implies A raised to n. A raised to n എന്ന് പറയുമ്പോൾ A raised to 1 which is equal to 3 raised to n ന് പകരം 1 അല്ലേ. 1 minus 1
3 raised to 1 minus 1, 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 3 raised to 1 minus 1. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്താ ശരിക്ക് 3 raised to 1 ഈ 1 minus 1 എന്ന് പറഞ്ഞാൽ 0 അല്ലേ, 3 raised to 0 എന്ന് പറഞ്ഞാൽ 1 അല്ലടാ. അങ്ങനെയെങ്കിൽ അതിന്റെ വാല്യൂ 1 1 1 1 1 1 1 1 1 എന്ന് കിട്ടും. അപ്പൊ ഇതിനർത്ഥം എന്താണ്? എയുടെ വാല്യൂ ഇതാണെന്നുണ്ടെങ്കിൽ എ റൈസ്റ്റ് ന്റെ വാല്യൂ ഇതാണെന്നാ പറയുന്നത്. എ റൈസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താ, അത് എ തന്നെയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം therefore p of 1 is true. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? assume that p of k is true അല്ലേ. ഞാൻ ക്വസ്റ്റ്യനും വായിക്കുന്നുണ്ട്. assume that p of k is true. p of k true ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? that is if a is equal to matrix 1 1 1 1 1 1 1 1 1 then അതായത് ഇംപ്ലൈസ് ഉണ്ടാവും അല്ലേ. a raised to n ന് പകരം എന്താ, a raised to k which is equal to 3 raised to k minus 1, 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 3 raised to k minus 1. അങ്ങനെയെങ്കിൽ ഇതാണ് നിങ്ങൾ അസ്യൂം ചെയ്തത്. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് then prove that p of k plus 1 is true അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം അതിന്റെ പ്ലാൻ ഒന്ന് വരച്ചേക്കുക. അതായത് to prove നമുക്ക് പ്രൂവ് ചെയ്യണം എന്ത്, p of k plus 1 is true. That is to prove എന്ത് പ്രൂവ് ചെയ്യണം, എയുടെ വാല്യൂ ഇതാണെങ്കിൽ a raised to k plus 1 അതാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അത് to prove a raised to k plus 1 is equal to അത് to prove a is equal to 1 1 1 1 1 1 1 1 1 ആണെങ്കിൽ a raised to k plus 1 എന്ന് പറഞ്ഞാൽ ഇവിടെ n ന് അതായത് ക്വസ്റ്റ്യനിൽ ഇവിടെ n minus 1 അല്ലേ, ആ n ന് പകരം k plus 1 കൊടുക്കണം. എടാ n ന് പകരം k plus 1 കൊടുത്താൽ എന്താ സംഭവിക്കുക, അതായത് a raised to n minus ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും 3 raised to n minus 1 സെയിലാണ്. ആ n ന് പകരം k plus 1 കൊടുത്താൽ k plus 1 minus 1 3 raised to k എന്നല്ലേ വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ a raised to k plus 1 എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെന്റ്സും 3 raised to k 3 raised to k 3 raised to k, ഇവിടെ 3 raised to k 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 ഇങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എയുടെ വാല്യൂ ഇതാണെങ്കിൽ a raised to k plus 1 ഇതാണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം p of k plus 1 ട്രൂ ആണെന്നാണ്. അങ്ങനെയെങ്കിൽ now നിങ്ങൾ അത് പ്രൂവ് ചെയ്യാവേണ്ടത്, അതായത് a raised to k plus 1 ൽ നിന്ന് തുടങ്ങാം. ഈ a raised to k plus 1 നെ നിങ്ങളുടെ അസംപ്ഷൻ ഇവിടെ ഉപയോഗിക്കാം. a raised to k ന്റെ വാല്യൂ അല്ലേ അസ്യൂം ചെയ്തത്, അതായത് a raised to k plus 1 നെ നിങ്ങൾക്ക് a raised to k into a raised to 1 എന്ന് എഴുതാം. അതായത് a raised to k യുടെ വാല്യൂ എന്താണ്, ദാ 3 raised to k minus 1 3 raised to k minus 1 3 raised to k minus 1. സെക്കൻഡ് റോയിലും എല്ലാത്തിലും 3 raised to k minus 1 തന്നെ. ഇവിടൊക്കെ 3 raised to k minus 1 നെ കൊണ്ട് ഫില്ല് ചെയ്യാം. ഇൻറ്റു a raised to 1 a raised to 1 എന്ന് പറയുമ്പോൾ 1 അല്ലേ, 1 1 1 1 1 1 1 1 1 ഇങ്ങനെ വരും. ഇനി ഇത് തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ ഇതാണ് കേട്ടോ പ്ലാൻ. ഇതിലേക്കാണ് ഇതിനെത്തിക്കേണ്ടത്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം p of k plus 1 ട്രൂ ആണെന്നാണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് a raised to k plus 1 ന്റെ വാല്യൂ കണ്ടോ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എന്താ 3 raised to k minus 1 into 1 3 raised to k minus 1 into 1 എന്താ 3 raised to k minus 1 പ്ലസ് 3 raised to k minus 1 into 1 അതെന്താ 3 raised to k minus 1 തന്നെ. അടുത്തത് 3 raised to k minus 1 into 1 അതും 3 raised to k minus 1. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം അതെന്താ
3 raised to k minus 1 into 1 3 raised to k minus 1 പ്ലസ് അടുത്തത് 3 raised to k minus 1 into 1 അത് 3 raised to k minus 1 തന്നെയാണ്. അടുത്ത 3 raised to k minus 1 അത് 3 raised to k minus 1. ഇനി അടുത്തത് മൂന്നാമത്തെ ഇവിടെ AB13 എന്നുള്ള എലമെന്റ് എങ്ങനെ കിട്ടുക? ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം, അതായത് 3 raised to k minus 1 into 1 പ്ലസ് 3 raised to k minus 1 into 1 പ്ലസ് 3 raised to k minus 1 into 1. അതായത് അതൊക്കെ ഇതേപോലെ തന്നെ വരിക. 3 raised to k minus 1 പ്ലസ് 3 raised to k minus 1 പ്ലസ് 3 raised to k minus 1. ഇതേപോലെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്താലും സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താലും സെക്കൻഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താലും ഇതേപോലത്തെ എലമെന്റ്സിനെ തന്നെയാണ് കിട്ടുക. അതേപോലെ തേർഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, തേർഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, തേർഡ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ എല്ലാ എലമെന്റ്സും അങ്ങനെ തന്നെ ആയിരിക്കും. 3 raised to k minus 1 പ്ലസ് 3 raised to k minus 1 പ്ലസ് 3 raised to k minus 1 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയെങ്കിൽ അപ്പൊ ഇതിലൊക്കെ അതേപോലെ തന്നെ എഴുതുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഡാഷ്ഡ് അല്ല, നിങ്ങൾ നോട്ടിൽ എഴുതുന്ന സമയത്ത് ഇതേ വാല്യൂസിന് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുക. ഇനി 3 raised to k minus 1 plus 3 raised to k minus 1 plus 3 raised to k minus 1 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 3 times 3 raised to k minus 1 അല്ലേ? അതേപോലെ ഇയാളും എന്താണ്? 3 times 3 raised to k minus 1. ഈ എലമെന്റും 3 times 3 raised to k minus 1. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ വരിക. 3 times 3 raised to k minus 1, 3 times 3 raised to k minus 1, 3 times 3 raised to k minus 1. ഇവിടെയും 3 times 3 raised to k minus 1, 3 times 3 raised to k minus 1 plus 3 times 3 raised to k minus 1 ഇങ്ങനെ വരും. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, x raised to a into x raised to b എന്ന് പറഞ്ഞാൽ അത് x raised to a plus b ആണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ 3 raised to 1 into 3 raised to k minus 1 എന്ന് പറഞ്ഞാൽ എന്താ? 3 raised to 1 plus k minus 1 അത് 3 raised to k എന്നല്ലേ വരിക. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒക്കെ ആൻസർ എന്താ? 3 raised to k. 3 raised to 1 into 3 raised to k minus 1 എന്ന് പറയുമ്പോൾ 3 raised to k. ഇതും 3 raised to k. ഇയാളും 3 raised to k, 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 3 raised to k. എല്ലാ എലമെന്റ്സും 3 raised to k. ഇതല്ലേ നമ്മുടെ പ്ലാൻ പ്രകാരം പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് നിങ്ങൾ എത്തിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം therefore p of k plus 1 is true. Hence p of n is true for all natural numbers. അടുത്തത് 9th question. If A is equal to matrix 3 1 minus 1 2 satisfies the equation a square minus 5a plus 7i is equal to 0, then find A inverse. സാധാരണ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിരുന്നു. അതെങ്ങനെ? എ എന്നുള്ള മെട്രിക്സ് കൊടുക്കും, എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യാൻ പറയും? ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i is equal to 0 അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറയും. അത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയി ചെയ്തുകൂടെ നിങ്ങൾക്ക്? എങ്ങനെ കാണാം? എ സ്ക്വയറിന്റെ വാല്യൂ ആണ്, എന്നിട്ട് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 0 മെട്രിക്സ് കിട്ടും. അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ സാധാരണ ചെയ്യാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഈ മെട്രിക്സ് ഇത് സാറ്റിസ്ഫൈ ചെയ്യും, അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, സാറ്റിസ്ഫൈ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എ ഇൻവേഴ്സ്, ആ എ എന്നുള്ള മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനാണ് പറയുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നുകിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ട് പാർട്ടാക്കിയിട്ട് ചോദിക്കാം. അതായത് എ എന്നുള്ളൊരു മെട്രിക്സ് കൊടുക്കും, എന്നിട്ട് എ പാർട്ട് ക്വസ്റ്റ്യൻ ആയി ചോദിക്കും. ദെൻ പ്രൂവ് ദാറ്റ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i is equal to 0. എന്നിട്ട് ബി പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ദെൻ ഫൈൻഡ് എ ഇൻവേഴ്സ്. ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ആദ്യം ഇത് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഒരു പ്രാവശ്യം 2 ക്വസ്റ്റ്യൻസ് ചെയ്തതായത് കാരണം, പിന്നെ അത് 3x3 മെട്രിക്സിൽ നമ്മൾ ചെയ്തതാണ്. പിന്നെ ഈ 2x2 വരുന്ന സമയത്ത് അത് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം കാണുന്ന ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഇതിനെ മാറ്റിയത്. അതായത് ഇത് രണ്ടും കൂടി ചോദിച്ച ക്വസ്റ്റ്യൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2019 ചോദിച്ചിരുന്നു. അതായത് ഇതല്ല, അതായത് ആദ്യം ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു, എന്നിട്ട് a⁻⁻1 പിന്നെ a⁻4 ഒക്കെ കാണാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ 2019 ചോദിച്ചതാണ്. അപ്പൊ ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന ക്വസ്റ്റ്യൻ എ ഇൻവേഴ്സ് ആണ്. അത് കാണുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അപ്പൊ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i is equal to 0. ഇതാണ് കറസ്പോണ്ടിങ് ഇക്വേഷൻ. എടാ എ ഇൻവേഴ്സ് അല്ലേ കാണേണ്ടത്?
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിലെ രണ്ട് പ്രോപ്പർട്ടീസ് ലാസ്റ്റ് എഴുതിയ രണ്ട് പ്രോപ്പർട്ടീസ് ഓർമ്മ ഉണ്ടാവണം. ഒന്ന്, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അതെന്തായിരുന്നടാ? എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ AI = IA = A. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള ഒരു മെട്രിക്സിനെ ഏതോ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഐഡന്റിറ്റി കിട്ടിയാൽ ഈ മൾട്ടിപ്ലൈ ചെയ്ത ആളെ പറയുന്ന പേരാണ് എന്ത്? ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും അല്ലെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രോപ്പർട്ടി ഇത് മാത്രമാണ്. ഏത് മെട്രിക്സിനെയും ഐനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സ് തന്നെ കിട്ടും. A × I ചെയ്താലും I × A ചെയ്താലും മെട്രിക്സ് തന്നെ കിട്ടും. ഏത് മെട്രിക്സിനെയും ഐനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ മെട്രിക്സ് ആണ് കിട്ടുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ കുറിച്ചാണ്. അതിൽ പഠിച്ച തിയറി ഇങ്ങനെയാണ്. എ എന്നുള്ള മെട്രിക്സിനെ ഏതോ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെട്രിക്സിന്റെ എന്ത് കിട്ടും? ഐഡന്റിറ്റി അല്ലെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടും. ആരാ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി? ഐ. അങ്ങനെയെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത മെട്രിക്സിനെ പറയുന്ന പേരാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അതിനെ ഡിനോട്ട് ചെയ്യല് A ഇൻവേഴ്സ് എന്നാണ്. അപ്പൊ ഇതിൽ പഠിച്ചത് A × A ഇൻവേഴ്സ് = I, അല്ലെങ്കിൽ എങ്ങനെയും പറയാം A ഇൻവേഴ്സ് × A = I. അപ്പൊ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക് എന്താണെന്ന് അറിയോ? ഏതൊരു മെട്രിക്സിനെയും അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുക. അപ്പൊ A × A ഇൻവേഴ്സ് ചെയ്താലും A ഇൻവേഴ്സ് × A ചെയ്താലും I ആണ് കിട്ടുക. ഇനി ഏത് മെട്രിക്സിനെയും ഐനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ മെട്രിക്സ് ആണ് കിട്ടുക. എടാ, ഈ രണ്ട് പ്രോപ്പർട്ടീസ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ ഒരു ഡബിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഇതിനെ ചെറുതായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ഈ A² ഞാൻ A × A എന്ന് എഴുതി. -5A + 7I ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി -7I ആയിട്ട് മാറി. റെഡി? ഇനി ഞാൻ ഈ ഇക്വേഷനെ മുഴുവനായിട്ട് A ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. A ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരടാ? A ഇൻവേഴ്സ് × A. രണ്ട് സൈഡിലും A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. A ഇൻവേഴ്സ് × A × A. ഇത് A ആണ്. A ഇൻവേഴ്സ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യണം. 5 എന്നുള്ള കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ അങ്ങനെ നിർത്തി. A ഇൻവേഴ്സ് × A which is equal to -7 കോൺസ്റ്റന്റ് ആണ് ഇവിടെയും A ഇൻവേഴ്സ് × I എന്നത്. എടാ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് A ഇൻവേഴ്സ് × A എന്ന് പറഞ്ഞാൽ അതെന്താണ്? I ആണ്. ഇതിന്റെ വാല്യൂ I ആണ്. ഇനി നിങ്ങൾക്ക് അറിയാം ഏത് മെട്രിക്സിനെയും, അത് A എന്നുള്ള മെട്രിക്സ് അല്ല, ഈ B എന്നുള്ള മെട്രിക്സിനെ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്തെന്നെ വരിക? B തന്നെ വരിക. ഈ A ഇൻവേഴ്സ് എന്നുള്ള മെട്രിക്സിനെ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ആ A ഇൻവേഴ്സ് തന്നെ വരിക. അങ്ങനെയെങ്കിൽ ഈ A ഇൻവേഴ്സ് × I എന്താ? അത് A ഇൻവേഴ്സ് അല്ലേ? ഇനി നോക്കിയത് I എന്ന് പറഞ്ഞാൽ എന്താ? I എന്ന് പറഞ്ഞാൽ A തന്നെയാണ്. പക്ഷെ ഞാൻ ഒരു സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതി തരാം. IA - 5I = -7 × A ഇൻവേഴ്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ IA എന്ന് പറഞ്ഞാൽ എന്താ? അത് A അല്ലേ? അപ്പൊ A - 5I = -7 × A ഇൻവേഴ്സ്. അപ്പൊ ഇതിന് മനസ്സിലായ കാര്യം -7 × A ഇൻവേഴ്സ്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. മനസ്സിലായ കാര്യം ഇതാണ്. -7 × A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് A - 5I ആണ്. അങ്ങനെയെങ്കിൽ എയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3 1 -1 2 -5 × ഐയുടെ വാല്യൂ 1 0 0 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ -7 × A ഇൻവേഴ്സ് കിട്ടും. അപ്പൊ അതിനെന്ത് ചെയ്യാം? 3 ഇവിടെ ആ 5 കയറ്റിയാൽ 5 × 1 5. അപ്പൊ ഇത് മൈനസ് ചെയ്താൽ 3 - 5 വരും. പിന്നെ ഇവിടെ എന്ത് ചെയ്യും? 1 - 5 × 0 0 വരും. ഇവിടെ -1 - 5 × 0 0 വരും. പിന്നെ 2 - 5 × 1 ഒറ്റടിക്ക് ചെയ്യാട്ടോ. 2 - 5 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 - 5 എന്ന് പറഞ്ഞാൽ -2, ഇവിടെ 1 -1, ഇവിടെ 2 - 5 എന്ന് പറഞ്ഞാൽ എന്താ? -3. ഇതാണ് -7 × A ഇൻവേഴ്സിന്റെ വാല്യൂ. അങ്ങനെയെങ്കിൽ A ഇൻവേഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? A ഇൻവേഴ്സ് = ആ ഇൻറ്റു -7 എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ /-7 ആവൂലേ? അപ്പൊ 1/-7 അല്ലെങ്കിൽ -1/7 എങ്ങനെ എഴുതാം?
-2 1 -1 -3 -1/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് വരും 2/7 ഇവിടെ -1/7 ഇവിടെ 1/7 ഇവിടെ 3/7 എന്ന് വരും. ഇതാണ് A ഇൻവേഴ്സ്. സിമ്പിൾ ആ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ആ ടോപ്പിക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. For what values of x matrix row matrix 1 2 1 square matrix 1 2 0 2 0 1 1 0 2 into column matrix 0 2 x is equal to 0. x ന്റെ വാല്യൂ ഏതാകുമ്പോഴാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ചോദിക്കണം. എടാ അത് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ഇവരെ തമ്മിൽ ചെയ്യാൻ പ്രശ്നമില്ലല്ലോ. കാരണം എന്താ, ഇത് ആദ്യത്തെ മെട്രിക്സ് ഒരു 1/3 മെട്രിക്സ് ആണ്, ഇതോ ഒരു 3/3 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ തമ്മിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു 1/3 മെട്രിക്സ് ആയിരിക്കും. ഏതായാലും നമുക്ക് ഇവരെ തമ്മിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും, ഒരു ആദ്യം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 1 ഇൻറ്റു 1 1. അടുത്ത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ചെയ്താൽ 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു 0 0 പ്ലസ് 1 ഇൻറ്റു 0 0. അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു തേർഡ് കോളം ചെയ്താൽ 1 ഇൻറ്റു 0 0 പ്ലസ് 2 ഇൻറ്റു 1 2 പ്ലസ് 1 ഇൻറ്റു 2 2. ഈ മെട്രിക്സ് ഇതേപോലെ തന്നെ കോളം മെട്രിക്സ് 0 2 x which is equal to 0. ഇനി ഇതെങ്ങനെ വരും, 1 + 4 + 1 എന്താ 6. അതായത് റോ മെട്രിക്സ് 6 2 4 ഇൻറ്റു കോളം മെട്രിക്സ് 0 2 x ഇതാണ് എന്ത് 0. ഇനി ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂലേ, കാരണം എന്താ, ഇതൊരു ആദ്യത്തത് 1/3 മെട്രിക്സ് ആണ്, രണ്ടാമത് 3/1 മെട്രിക്സ് ആണ്. അപ്പൊ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 1/1 മെട്രിക്സ്. അതായത് 1/1 എന്ന മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു റോയും ഒരു കോളും ഒരൊറ്റ എലിമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അതിനർത്ഥം. അപ്പൊ എന്ത് വരും, അത് ഒരൊറ്റ എലിമെന്റ് മാത്രം. 6 ഇൻറ്റു 0 0 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 4 ഇൻറ്റു x 4x which is equal to 0. which is equal to 0 എന്ന് പറഞ്ഞാൽ അത് മെട്രിക്സ് ആണ്, ഒരു 0 മെട്രിക്സ് ആണ്. അപ്പൊ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആവൂലേ. അതായത് ഇവിടെ മെട്രിക്സ് 0 + 4 + 4x എന്ന് പറഞ്ഞാൽ 4 + 4x which is equal to ഈ മെട്രിക്സ് 0. അതായത് 4 + 4x is equal to 0. that is 4x is equal to -4. that is x is equal to -1. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള x ന്റെ വാല്യൂ എന്താ, -1 ആണ്. ഇതൊരു മിസ്സെലേനിയസിലുള്ള ഒരു പ്രോബ്ലം ആണ്. പക്ഷെ മിസ്സെലേനിയസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതോടുകൂടി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് അവസാനിച്ചു.